ഇന്നലെ വന്ന ആ ഭീകരമായ അപകടം തൃശ്ശൂരിലെ തൃപ്രയാറിൽ നടന്നത് തടിലോറി കയറി ഇറങ്ങിയപ്പോൾ ഉണ്ടായ 5 പേര് മരിച്ചൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം. ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തേക്കാണ് ഈ മദ്യപിച്ച ക്ലീനർ, ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ വണ്ടി ഓടിച്ച് 5 പേരുടെ മരണം ഉറപ്പാക്കിയത്. മറ്റുള്ള 7 പേർക്ക് പരിക്ക്, 3 പേരുടെ ആരോഗ്യനില തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വളരെ ഗുരുതരമായി തുടരുന്നു എന്ന് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നു. ലോറി ഡ്രൈവറെയും ക്ലീനറെയും റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ നീക്കമെന്നും സൂരജ് സജി പറയുന്നു. വളരെ യഥാർത്ഥത്തിൽ നല്ല ഉറക്കത്തിലായ ആളുകളുടെ ദേഹത്തേക്കാണ് വണ്ടി കയറിയത്. മാത്രമല്ല മദ്യപിച്ചിരുന്നു. മദ്യപിച്ച ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി ക്ലീനറോട് ഓടിക്കാൻ പറഞ്ഞു. ക്ലീനറും വെള്ളമടിച്ചിരുന്നു. സൂരജ് സജി ചേരുന്നു ഈ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. നാടിനെ നടുക്കിയ ഒരു പാതകം തന്നെയാണ് ഇന്നലെ നടന്നത്. ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ്? എസ്കെൻ, 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളുടെ ദേഹത്തുകൂടിയായിരുന്നു ഇന്നലെ ഈ ലോറി കയറി ഇറങ്ങിയത്. അതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കെൻ, ഇവരുടെ അരയ്ക്ക് താഴേക്കാണ് ഈ ലോറിയുടെ ചക്രം കയറി ഇറങ്ങിയത്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോഗ്യ സ്ഥിതി ഈ തുടർച്ചയായി ഗുരുതരമായി തുടരാൻ ഇടയാക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ശസ്ത്രക്രിയകൾക്ക് ഉൾപ്പെടെ വിധേയമാക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നാലും ഒരു സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ജാൻസി, അതുപോലെ തന്നെ ദേവേന്ദ്രൻ, ചിത്ര, ഇതിൽ ജാൻസിയുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നതെന്നുള്ളതാണ് പറയുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ റെഡ് സോൺ, അതായത് അതീവ ഗുരുതര കേസുകൾ പാർപ്പിക്കുന്ന മേഖലയാണ്. ഈ റെഡ് സോണിലാണ് നിലവിൽ ജാൻസി ഉള്ളത്. മറ്റു 2 പേരുടെയും നില ഗുരുതരമാണ്. പക്ഷേ ജാൻസിയുടെ കാര്യത്തിൽ ഇത്തിരി ആശങ്കപ്പെടേണ്ട നിലയിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറെയും ഡ്രൈവറെയും വലപ്പാട് പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ഇതിൽ ഒരു ദൃക്സാക്ഷിയായ ആൾ നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു, ഈ ലോറി പുറകോട്ടെടുത്തത് കൊണ്ടാണ് 2 പേർ മരിക്കാൻ ഇടയാക്കിയത്. വാഹനം പുറകോട്ടെടുക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനർ വീണ്ടും ഈ ലോറി പുറകോട്ടെടുത്തു. അങ്ങനെയാണ് 2 പേർ മരിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവറെയും ക്ലീനറെയും ഈ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വലപ്പാട് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. എസ്കെ, ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വണ്ടി ഓടിച്ചവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് നിയമ നടപടി എടുക്കുമെന്നൊക്കെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും എത്ര റദ്ദ് ചെയ്യപ്പെട്ടാലും പിന്നെയും ഇത്തരം വാർത്തകൾ കേരളത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.